മുസ്ലിം ലീഗിൻ്റെ അംഗീകാരം വേണമെങ്കിൽ റദ്ദാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതെങ്കിലും ജാതി മത രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ അംഗീകാരമില്ല. അപ്പം ഈ IUML പറയുന്നത് തങ്ങൾ മതേതര പാർട്ടിയാണെന്നാണ് ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്കുലർ പാർട്ടിയാണെന്ന് പേരൊക്കെ അങ്ങനെയാണെങ്കിലും പച്ചക്കൊടിയുണ്ടെങ്കിലും അതിൽ ചന്ദ്രക്കലയും നക്ഷത്രവും ഉണ്ടെങ്കിലും ഞങ്ങൾ സെക്കുലർ ആണെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറയുന്നു. ഡെഡിക്കേറ്റഡ് ടു സേഫ് ഗാർഡിംഗ് മുസ്ലിം റൈറ്റ്സ്, മുസ്ലിം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖയാണ്. ഇനി മറിച്ച് പറയാൻ പറ്റില്ല. ഇത്രയും കാലം കേരളത്തിൽ ഇവർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി അല്ല. ഈ ആക്ഷേപം പലപ്പോഴും ഉന്നയിക്കപ്പെട്ടു, ഞാൻ തന്നെ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ MLA-മാരും MP-മാരും അവരുടെ ഭരണാധികാരികളും ഒരു രാമൻ ഒഴികെ, ഒരിക്കലും ഒരു രാമൻ വന്നിട്ടുണ്ട് MLA ആയിട്ട്. അത് കാരണം സംവരണ സീറ്റായിരുന്നു. സംവരണ സീറ്റ് ലീഗിന് വേണമെന്ന നിർബന്ധം ഉണ്ടായിരുന്ന കാലത്ത് CHൻ്റെ കാലത്താണ് CH ഒരു രാമനെ നിർത്തി ജയിപ്പിച്ചിരുന്നത്. ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും മുഴുവൻ പദവികളും എല്ലാം മുസ്ലിങ്ങൾ മാത്രം കൈകാരുന്ന സമയത്തും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ പക്ഷേ മുസ്ലിം ലീഗാണെങ്കിൽ ഞങ്ങൾ മൊത്തം മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. ആ അവകാശവാദത്തെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ നിഷേധിച്ചേക്കാണ്. ഞങ്ങൾ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായി സമർപ്പിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് സമ്മതിച്ചേക്കാണ്. ഇതോടുകൂടി വേണമെങ്കിൽ ലീഗിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ താല്പര്യത്തിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരമുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാനും മത്സരിക്കാനും അവകാശമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ 1906 ഡിസംബർ 31 മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവരാരും പറയാറില്ല, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്, അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത്. ആ സംഘടന 1947 ഓഗസ്റ്റ് 14 വരെ അതേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു. ജിന്നയുടെ പാർട്ടി. ജിന്ന പിന്നീടാണ് വരുന്നത്. ജിന്ന ആദ്യം അതിനെതിരായിരുന്നു. പിന്നീട് ജിന്നയാണ് അതിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. മാത്രമല്ല, ജിന്നയാണ് പറഞ്ഞത് ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്, ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അത് ഇപ്പോഴൊന്നല്ലെന്ന്. ഇത് അന്ന് ഇവർ ഡിമാൻഡ് ചെയ്തത് എന്താണെന്നറിയാമോ? ഇവർക്ക് അന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോകുമോ എന്നൊരു പേടി വന്നു. അപ്പോൾ ഇവർ പറഞ്ഞ്, ബ്രിട്ടീഷുകാർ വിട്ടു പോകുകയാണെങ്കിൽ രാജ്യഭാരം ഞങ്ങളെ ഏൽപ്പിക്കണം. എന്താ കാരണം? ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഈ ഇന്ത്യ ഭരിച്ചിരുന്നത് ഞങ്ങളാണ്, മുഗളന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് പോകുകയാണെങ്കിൽ തിരിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതെന്തായിരുന്നു? ഞങ്ങൾ ഭരിച്ചിരുന്നവരും ഹിന്ദുക്കൾ ഭരിക്കപ്പെട്ടിരുന്നവരുമാണ്. ഭരിച്ചിരുന്ന ഞങ്ങൾ ഭരിക്കപ്പെട്ടിരുന്ന ഹിന്ദുക്കൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. മൂന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിൻ്റെ ചരിത്രമാണ് ഞാനീ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇനി അഥവാ നിങ്ങളിത് ഹിന്ദുക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറൊരു രാജ്യം വേണം. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ഡിമാൻഡാണ് മുസ്ലിങ്ങൾക്കൊരു രാജ്യം. കാരണം മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ള ഒരു രാജ്യത്ത് മാത്രമേ പ്രവർത്തിച്ച് പോകാൻ കഴിയൂ, ജീവിച്ചു പോകാൻ കഴിയൂ.
ഇതാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് 1947 ഓഗസ്റ്റ് 14 വരെ തുടർന്ന് 15 കഴിഞ്ഞപ്പോഴേക്കും ബംഗാളിൽ അത് അവാമി ലീഗായി, പാകിസ്ഥാനിലെ ലീഗായി, ഇവിടുത്തെ അവശേഷിച്ചിരുന്നവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി. ഇതിനിടയ്ക്ക് മറ്റൊന്ന് നടന്നു സാർ, സാറ് വിട്ടുപോയതാ സാറ്, അതായത് സുഹ്റവർദി അല്ല സുഹ്റവർദിയുടെ കാര്യം. അത് മാത്രമല്ല, ഡയറക്റ്റ് ആക്ഷൻ സുഹ്റവർദി അത് സഖാവ് സുഹ്റവർദി കൊണ്ടുവന്നതാണ്. ജിന്നയാണ് പറഞ്ഞ ഡയറക്റ്റ് ആക്ഷൻ വേണമെന്ന് അയാൾ നടപ്പിലാക്കി. ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ ഈ മുസ്ലിം ലീഗ് കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അവിടെയുള്ള ഗാന്ധി പോയിട്ടിരുന്നത് നവഖലിയിലേക്ക് 47 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഗാന്ധിയില്ല, നവഖലിയിലാണ്. ആ അർദ്ധരാത്രി നവഖലിയിലെ ഒരു കലുങ്ക് കടന്ന് പുള്ളി ഏകാംഗ സൈന്യമായി പോകുകയായിരുന്നു. ആരുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ, എല്ലാവരും ഇവിടെയാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. നെഹ്റുവിൻ്റെ കൂടെ എല്ലാവരും, ഈ അധികാരം ആരുടെ ഭാഗത്തേക്ക് വരുന്നുവോ അങ്ങോട്ട് എല്ലാവരും കൂടി ചാകുകയില്ല. ആ അധികാരം ഇങ്ങോട്ട് വന്ന സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് ചാഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒറ്റക്ക് പോയിട്ട് സുഹ്റവർദിയോടാണ് പുള്ളി നെഗോഷിയേറ്റ് ചെയ്തത്. അങ്ങേരോട് ഇത് ഇരിക്കാൻ പറയാണ്, ഉപവാസം ഇരിക്കാൻ പറയാണ് ചെയ്തത്. സുഹ്റവർദിയാണ് ഡയറക്റ്റ് ആക്ഷൻ നടത്തിയത്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാനുള്ള ആജ്ഞ കൊടുത്ത മഹാന്റെ പേരാണ് സുഹ്റവർദി. പോലീസിനെ മുഴുവൻ നിർവീര്യമാക്കി. പോലീസ് കൺട്രോൾ റൂമിൽ പോയിരുന്നു. ഇയാൾ പോലീസ് കൺട്രോൾ റൂമിൽ പോയി ഇരുന്നിട്ട് പോലീസിനോട് ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് കൊല്ലാൻ കഴിഞ്ഞു. പക്ഷെ തിരിച്ച് റിയാക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് നിൽക്കാൻ വയ്യാതെ, ഗോപാൽ പത്തയുടെ നേതൃത്വത്തിലുള്ള വലിയ മൂവ്മെന്റ് ഉണ്ടായി. അതെ, ഇവർക്ക് നിൽക്കാൻ വയ്യാതെയായി. എവിടെയും അതാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യാറുള്ള കാര്യം. കലാപം എവിടെയും തുടങ്ങി വെക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാ കലാപങ്ങളുടെയും ചരിത്രം തുടങ്ങി വെക്കും. ഇവരാണ് തുടങ്ങി വെക്കുന്നത്. അവസാനം തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇരവാദമായിട്ട് വരും. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നതാണ് മുസ്ലിം ലീഗ്. ഇനി ഈ മുസ്ലിങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ഒറ്റ കൈക്ക് നടത്തിയ ശ്രമമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തുർക്കിയിലെ സുൽത്താന ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ജയിച്ച കക്ഷികൾ തുർക്കിയെ വിഭജിച്ചെടുത്ത് 4 ആക്കി വിഭജിച്ചിട്ട് ഒരു കഷ്ണം അല്ല, അതിൽ മലപ്പുറത്തല്ല, ഇന്ത്യക്കാർക്ക് എന്താണ് കാര്യം? ഇന്ത്യ മാത്രമല്ല, മലപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് എന്താ കാര്യം? അതിനാണല്ലോ മലപ്പുറത്തെ പാവപ്പെട്ട നമ്മുടെ ആളുകളെ മുഴുവൻ അല്ല, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഗാന്ധിയുടെ ഈ ചോദ്യം ചോദിച്ചു, എന്തിനാണ് നമുക്കകത്ത് എന്താ കാര്യം? അപ്പൊ ഗാന്ധി പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മുടെ സഹോദരങ്ങളായ മുസൽമാന്മാർ ഇപ്പോൾ വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ സാമ്രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നാം അവരെ സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ നന്ദി സൂചകമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ അവർ നമ്മുടെ കൂടെ ചേരും. ഇതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മദ്രാസ് പ്രോവിൻസിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. മദ്രാസിലുള്ള ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയും അങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു മീറ്റിംഗ് നടന്നു കോൺഗ്രസിൻ്റെ. KP കേശവമേനോൻ എഴുതി വച്ചേക്കണ 18,000 പേര് പങ്കെടുത്തു എന്നാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അന്ന് വരെ ഉണ്ടായേക്കണ ഏറ്റവും വലിയ അംഗസംഖ്യയാണ് ഈ 18,000 പേര്. 18,000 പേര് അന്ന് വലിയ സംഖ്യയാണ്, ഇന്ന് പോലും വലിയ സംഖ്യയാണ്. അത്രയും പേര് പങ്കെടുത്ത് അങ്ങനെയാണ് അവിടെ മാപ്പിള കലാപത്തിലേക്ക് വരികയും ഹിന്ദുക്കളുടെ വംശഹത്യ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഗാന്ധി പറഞ്ഞു, ഒരു വിഭാഗം മുസ്ലിം സഹോദരങ്ങൾക്ക് ഭ്രാന്തായിരിക്കുന്നു, അവർ കൂട്ടക്കൊല നടത്തുന്നു, മുസൽമാന്മാരിലെ മഹാഭൂരിപക്ഷം പേരും ഇത് അംഗീകരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ തെറ്റിപ്പോയി. ആ പ്രതീക്ഷ ഗാന്ധിക്ക് തെറ്റായിരുന്നു. മുസൽമാന്മാർ മുഴുവൻ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്നു പോലും അവരംഗീകരിക്കുന്നില്ല. മാപ്പിള കലാപത്തിൽ നടന്ന ഹൈന്ദവ കൂട്ടക്കൊല തെറ്റാണ് എന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിലില്ല. പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. ആരുമില്ല, ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ സന്തോഷമുള്ള ആ കാര്യത്തിൽ ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറയാം. അപ്പോൾ ആ ഇത് ഒരു തെറ്റായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് എന്താ പ്രയാസം?
ഇപ്പം മാർപ്പാപ്പ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ട് തെറ്റ് സംഭവിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചു. അന്ന് പറഞ്ഞ തെറ്റിന് ഞാൻ ഉത്തരവാദി. ഗലീലിയോട് വരെ മാപ്പ് പറഞ്ഞു. അന്ന് പറഞ്ഞ ഒരു തെറ്റിന്, ചെയ്തൊരു തെറ്റിന് ഞാൻ ഉത്തരവാദി അല്ലെങ്കിലും ഇതിൻ്റെ സഭാ തലവൻ നിലക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഒരു വാക്ക് ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ മാപ്പിള കലാപത്തിൽ, മാപ്പിള ലഹളയിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ അവരുടെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായി തിരഞ്ഞെടുത്തത് ഏതിനാണ്? കോൺഗ്രസിനെ തിരഞ്ഞെടുത്ത? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തിരഞ്ഞെടുത്ത? ഏത് പാർട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്? അവരുടെ സ്വാഭാവിക പാർട്ടി മുസ്ലിം ലീഗാണ്. അല്ലാതെ അവർ വേറെ ആരുടെ കാര്യത്തിലും അവർക്ക് ഒരു താല്പര്യവുമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ബഹുസ്വരത എന്നൊക്കെ ഇവർ പറയുമല്ലോ, പ്ലൂറലിസം സംരക്ഷിക്കണം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു പ്ലൂറലിസം സംരക്ഷിക്കണം എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ വലിയ വാക്കുകളിൽ നിന്നുകൊണ്ടാണല്ലോ സമദാനിയും ഒക്കെ പ്രസംഗിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ മുസ്ലിം റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന്. ഒരു വിഭാഗത്തിൻ്റെ റൈറ്റ്സ് മാത്രം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അവരുടെ റോൾ എന്താണ് ഇതിനകത്ത്? അവർ ജനാധിപത്യമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവരുടെ ജനാധിപത്യമല്ലല്ലോ. ഏതായാലും ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ ഡോക്യുമെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ ഡോക്യുമെൻറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഈ അഭിപ്രായത്തെക്കുറിച്ച് കേരളത്തിലെ ഈ സെക്കുലർ രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ, അവർക്ക് എന്താ പറയാനുള്ളത്? കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം പറയണം. ഞഞ്ഞാവിഞ്ഞ പറഞ്ഞിട്ട് കാര്യമായില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ അവരുടെ അഭിപ്രായം പറയണം. അല്ല, ഇത് എത്ര ദിവസമായി ഫയൽ ചെയ്തിട്ട്? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അഭിപ്രായം പറയണം. ഇത് അവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണം. പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട്, ഇത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് എത്ര കാണുന്നില്ല, ഒരാളും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ. ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഇല്ല കണ്ടിട്ട് ലീഗിനോട് ചോദിക്കാൻ തയ്യാറാണ്. അല്ല, ഈ അപാര സെക്കുലറിസം വരുത്താൻ വേണ്ടിയാണല്ലോ ഏഷ്യാനെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് തുറക്കുന്നത് തന്നെ സെക്കുലറിസത്തിന് വേണ്ടിയിട്ടാണ്. എന്തേ ഏഷ്യാനെറ്റിലുള്ള ഒരു സെക്കുലറിസ്റ്റും ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്തത്? ചോദിക്കേണ്ടതല്ലേ? നമ്മുടെ മാധ്യമങ്ങൾ ഒരു അക്ഷരം, മാതൃഭൂമി മിണ്ടുന്നില്ല, മനോരമ മിണ്ടുന്നില്ല. ആരാണ് ഇതിനെക്കുറിച്ച് പറയാത്തത്? ഇത് വേറെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നാലും ഇവിടുത്തെ ഉണ്ടാവില്ല. ഇവിടുത്തെ അത് മാത്രമല്ല, പാവപ്പെട്ട നമ്മുടെ നടേശൻ ചേട്ടൻ അവിടെ പോയിട്ട്, അങ്ങനെ നടേശൻ ചേട്ടൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജനവിഭാഗം, അദ്ദേഹം ഒരു സാമുദായിക പ്രവർത്തകനാണ്, അദ്ദേഹം രാഷ്ട്രീയ കക്ഷിയല്ല. അദ്ദേഹം SNDP എന്ന് പറഞ്ഞ സംഘടനയുടെ സാമുദായിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈഴവ സമുദായത്തിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് SNDP യോഗത്തിൻ്റെ അവതാര ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെ ജനവിഭാഗത്തിൽപ്പെട്ടവർ വളരെ ന്യൂനപക്ഷമായിരിക്കെ അവർക്ക് വലിയ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ആ ബഹളം ഉണ്ടാക്കിയവരാരും എന്താണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്നത്? ആരും അറിഞ്ഞിട്ടില്ല. കേരളം ഉറക്കമാണ്. ആർക്കും വേണ്ട അതിനെക്കുറിച്ച്. ഈ ഇരട്ടത്താപ്പാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം. ഇതുകൊണ്ടാണ് ഇവർ വ്യാജ സെക്കുലറിസ്റ്റുകളാണെന്ന് പറയാൻ കാരണം. സത്യസന്ധരല്ല. ഈ മാധ്യമങ്ങൾ സത്യസന്ധരല്ല. ഇതിനകത്തൊരു ലീഗൽ ഇഷ്യൂ കൂടെ ഉണ്ട്. കാരണം ലീഗൽ ഇഷ്യൂ ഉണ്ട്, അത് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ഈ അഫിഡവിറ്റ് എടുത്ത് അത് വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷന് ഡിസിഷൻ എടുക്കേണ്ടി വരും. അതെ, മാറ്റി പറയാം. സുപ്രീം കോടതി പറഞ്ഞത് തെറ്റായിട്ട് പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലീഗിന് ഒരു അബദ്ധം പറ്റി. അബദ്ധമൊന്നുമല്ല, സത്യം പറഞ്ഞു പോയി. ഇപ്പൊ സത്യം പറയുന്ന അബദ്ധമാകുന്നത് എങ്ങനെയാണ്? അതെ, സത്യം പറഞ്ഞു പോയി. അറിയാതെ സത്യത്തിന്റെ ഒരു സ്വഭാവം അതാണല്ലോ, അറിയാതെ പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ സോക്കോൾഡ് മാധ്യമ പ്രവർത്തകര് അവരെല്ലാം സെക്കുലറിസ്റ്റുകളാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, ഇന്ത്യ സഖ്യം,
മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ CPI ഉൾപ്പെടെ അവരാരും ഇതിനെക്കുറിച്ചൊരു അക്ഷരം മുസ്ലിം മിണ്ടുന്നില്ല. കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായി നിലപാടെടുക്കുക എന്നതിനെയാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. അതാണെങ്കിൽ അങ്ങ് പള്ളി സാറ് വൈസ് ചാൻസലർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അല്ല, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, എനിക്കതിന് നേരമില്ല. ഇത് ഇത് ഞങ്ങൾ ഹിന്ദുക്കളുടെ താല്പര്യം മാത്രമേ സംരക്ഷിക്കൂ എന്നൊരു പാർട്ടി പറയണമെങ്കിൽ ആ പാർട്ടി വേണം. BJP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? BJP ഇത് പറയില്ല. അത് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, BJP വരുത്തിയിരിക്കുന്ന നടപ്പിലാക്കിയിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ എടുത്തു നോക്ക്. എല്ലാവരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ജില്ല ഏതാണെന്നറിയാമോ? മലപ്പുറമാണ്. അത് ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് BJP. BJP ഒരിക്കലും ഹിന്ദുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, പറയേയില്ല. ഇത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ആർക്കും ഇവിടുത്തെ സെക്കുലറിസ്റ്റുകൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പൊള്ളലുമില്ല, അവർ മിണ്ടുന്നേ ഇല്ല. ഈ ഇരട്ടത്താപ്പ് എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും? എന്തൊരിതാണ് ഈ TV അവതാരകരും മാധ്യമ പ്രവർത്തകരും വന്നിരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്തൊരു ഗീർവാണമാണ് പറയാറുള്ളത്. എന്തൊരു ഗീർവാണമാണ്. സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കലിതുള്ളല്ലേ. എന്താ ഇവിടെ വരുമ്പോൾ സെക്കുലറിസം വേണ്ടേ? അണ്ണാക്കിൽ പോയാ അത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഇതിനോട് പ്രതികരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും മാധ്യമപ്രവർത്തകരും തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമുക്ക് നോക്കാം, ആരും നമ്മൾ പറഞ്ഞെങ്കിലും ഇവരറിയുമോ എന്ന്. അറിയുമോ നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.